സമയത്തിനകം ദിലീപ് കോടതിയിലേക്ക് എത്തും. അതിലൊരു ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. സിജോ വർഗീസ് കൂടി എന്നോടൊപ്പം കോടതിയിലും ചേരുന്നു. എന്താണ് സിജോ, കോടതിയിലെ സീൻ എന്താണ് ഇപ്പോ? നിഷാദ്, കോടതിക്ക് മുമ്പിൽ കാണുന്ന കാഴ്ച വളരെ വലിയ ആൾക്കൂട്ടം, അതായത് കനത്ത സുരക്ഷ, പോലീസിന്റെ കനത്ത സുരക്ഷയുണ്ട്. ഒപ്പം തന്നെ ഈ വിധി എന്താണ് എന്നറിയാനായി നിരവധി ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു വിധി തന്നെയായിരിക്കും ഇന്നുണ്ടാവുക. അതെന്താണ് എന്നറിയാനുള്ള ആ ഒരു കാര്യം, അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്ര ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഇവിടെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെല്ലാം തന്നെ കോടതിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ചരിത്രപ്രധാനമായ ഒരു ദിവസം അതായിരിക്കും ഈ 2025 ഡിസംബർ 8 എന്നുള്ളത് ഇന്ന് ലോകം അടയാളപ്പെടുത്തുക. കാരണം മലയാള സിനിമാ ലോകത്ത് ഒരു നടി അത് ഓടുന്ന ഒരു വാഹനത്തിൽ വെച്ച് വളരെ ക്രൂരമായി ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്നു. അതിനെ തുടർന്ന് സിനിമാ മേഖലയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സംഭവം, രാജ്യം ചർച്ച ചെയ്തൊരു വിഷയം. ആ കാര്യത്തിലാണ് വർഷങ്ങൾക്ക് ശേഷം, 8 വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ വിചാരണ പൂർത്തിയാക്കി കോടതി വിധി പറയാൻ ഒരുങ്ങുന്നത്. എന്തായാലും അതിജീവിതയുടെ അതിശക്തമായ പോരാട്ടത്തിന്റെ ഒരു ചരിത്രം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും 2017 ഫെബ്രുവരി 17 എറണാകുളം അങ്കമാലിക്ക് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഓടിക്കൊണ്ടിരുന്ന വാറിൽ വെച്ച് നടിയെ ആ സംഘം തട്ടിക്കൊണ്ടു പോകുന്നു, ബലാത്സംഗം ചെയ്യുന്നു. ബലാത്സംഗ ദൃശ്യങ്ങൾ മൊബൈലിൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നു. ഈ കേസിലെ 8ാം പ്രതിയാണ് ദിലീപ്. പൾസർ സുനി, നടിയുടെ ഡ്രൈവർ മാർട്ടിൻ, ബി മണികണ്ഠൻ തുടങ്ങിയ ആകെ 10 പ്രതികളാണ് ഈ കേസിലുള്ളത്. പ്രധാനമായും ഈ 10ാം പ്രതി വിഷ്ണു മാപ്പ് സാക്ഷിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. 261 സാക്ഷികളുള്ള കേസിൽ 28 പേർ മൊഴി മാറ്റി എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, 142 തൊണ്ടി പോലീസ് പരിശോധിച്ചു. സാക്ഷി വിസ്താരത്തിന് മാത്രം ഏതാണ്ട് കോടതി 438 ദിവസത്തെ സമയമെടുത്തു എന്നുള്ളതും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ലൈംഗിക പീഡനം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായമായ തടങ്കൽ, അശ്ലീല ചിത്രമെടുക്കൽ തുടങ്ങി വിവിധ വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതും ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്പസമയം മുമ്പാണ് ഈ 5-6 പ്രതികളുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വി സാബു മാധ്യമങ്ങളെ കണ്ടത്. പ്രതികൾക്ക് 5-6 പ്രതികൾക്ക് കേസ് കൃത്യത്തിൽ നേരിട്ട് പങ്കില്ല, ഗൂഢാലോചന തെളിയിക്കാൻ ആയിട്ടില്ല. എന്തായാലും വ്യാജരേഖകളടക്കം ചമയ്ക്കപ്പെട്ട ഒരു കേസാണ്. ഇന്ത്യയിൽ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയായിരിക്കും. അതെന്തായാലും വിധി പ്രസ്താവം എന്ത് തന്നെയായാലും അത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയായിരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ തികഞ്ഞ ഒരു ആത്മവിശ്വാസം ഈ കേസിൽ ഈ അതിജീവിതയുടെ അഭിഭാഷകയ്ക്കടക്കം ഉണ്ട്. കേസിൽ എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നാണ് ഈ അതിജീവിതയുടെ അഭിഭാഷക മീഡിയ വണ്ണോടക്കം പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം ശക്തമായ തെളിവുകൾ കോടതിക്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. തെളിവുകളെ കോടതി തെളിവുകളെ അവഗണിച്ച് കോടതിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രതികൾക്കെല്ലാം തന്നെ അർഹമായിട്ടുള്ള ശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് ഈ അതിജീവിതയുടെ അഭിഭാഷക പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോടതിയിൽ അത് ഈ നീതി ലഭിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ അതിജീവിത വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടു, നിരവധി സൈബർ അറ്റാക്കുകൾക്ക് വിധേയമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. ആ സമാനമായ സാഹചര്യം ഈ അഭിഭാഷക എന്ന നിലയിൽ അതിജീവിത അഭിഭാഷകയെ നേരിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഈ കേസ് ഇന്ന് കോടതി വിധി പറയാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മുൻ പ്രോസിക്യൂട്ടറുടെ ഈ രീതിയിൽ അഡ്വക്കേറ്റ് അജകുമാറും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ഒരു വിശ്വാസം അതാണ് പറഞ്ഞിരിക്കുന്നത്. ദിലീപ് അടക്കമുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെ ഒരു വിശ്വാസമുണ്ട്. ശിക്ഷാവിധിക്കായി കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പൾസർ സുനിയുടെ അമ്മ നൽകിയ ഹർജി അത് ഈ വിധി ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലൊരു സ്വാധീനം ഉണ്ടാവില്ല. ഹർജി കേസുമായി ബന്ധമില്ല. 100% ആത്മവിശ്വാസത്തോടെയാണ് അവരെല്ലാം തന്നെ ഉള്ളത്. ഒപ്പം തന്നെ ഈ കോടതി പരിസരത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടപടിക്രമങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ശിക്ഷാവിധി എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി നിരവധി ആളുകൾ എത്തിയിരിക്കുന്നുണ്ട്. കനത്ത സുരക്ഷയാണ് മാധ്യമങ്ങൾക്കടക്കം ഈ കോടതി പരിസരത്ത് നൽകിയിരിക്കുന്നത്. കോടതിയുടെ പ്രധാന ഗേറ്റുകളെല്ലാം തന്നെ പോലീസ് വലയത്തിൽ തന്നെയാണ്. ഏത് വഴിയിലൂടെയായിരിക്കാം ഈ ദിലീപ് അടക്കമുള്ള പ്രതികൾ അല്ലെങ്കിൽ ഇവർ ആളുകൾ എത്തുക, അവരെ എത്തുമ്പോൾ അവർ അകത്തേക്ക് കയറുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ, അവർക്കെതിരെയുള്ള എന്തെങ്കിലും രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള തരത്തിലുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിഗമനങ്ങളെല്ലാം തന്നെ പോലീസിലുണ്ട്.
ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ കാര്യക്ഷമമായി തന്നെ പോലീസും ഈ പ്രദേശത്ത് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഇവിടെ തടിച്ചുകൂടുകയും കോടതി പരിസരത്ത് തടിച്ചുകൂടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാജ്യം തന്നെ കാത്തിരിക്കുന്ന അതിസുപ്രധാനമായിട്ടുള്ള ഒരു വിധിയായിരിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.